എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഉജ്ജായി പ്രാണായാമം ഇതേക്കുറിച്ച് പറയാനാണ്. ഉജ്ജായി പ്രാണായാമം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാണായാമമാണ്. നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രാണായാമം, എന്നാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു പ്രാണായാമം. അതാണ് ഉജ്ജായി പ്രാണായാമത്തിൻ്റെ പ്രത്യേകത. അതായത് പ്രത്യേകിച്ചും അതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഓക്സിജൻ കണ്ടന്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഒട്ടുമിക്ക പ്രാണായാമങ്ങൾക്ക് ഈ ഗുണങ്ങളുണ്ട്. ജൈ പ്രാണായാമത്തിനും ഈ ഗുണങ്ങളുണ്ട്. പ്രത്യേക ഗുണം എന്നുള്ളത് നമ്മുടെ ത്രോട്ടിനുണ്ടാവുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ത്രോട്ടിനുണ്ടാവുന്ന അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമുക്ക് ത്രോട്ടിന് അസ്വസ്ഥത ഉള്ളപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് തൊണ്ടടയും ശബ്ദം അടയുന്ന രീതിയൊക്കെ പലർക്കും വരാറുണ്ട്. ചെറിയൊരു കാറ്റടിച്ചാൽ, തണുപ്പ് തട്ടിയാൽ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ പ്രാണായാമം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാങ്കിയ, അതേപോലെ തന്നെ ലങ്സ്, ഇതിനൊക്കെ വളരെ ഗുണപരമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ പ്രാണായാമങ്ങളും ശരീരത്തിലെ ഓക്സിജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്ത പ്രാണായാമങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചില എടുത്തു പറയേണ്ട ഗുണങ്ങളുണ്ടാവും. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി, അതുപോലെ ത്രോട്ട് സംബന്ധമായ അസ്വസ്ഥതകൾക്കും നമ്മുടെ ശബ്ദം നന്നാവാനും ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടെ പറയാണ്, ത്രോട്ടിന് എന്തെങ്കിലും പ്രയാസമുള്ളപ്പോൾ സമയത്ത്, വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് തറയിൽ ഞാനിപ്പോൾ ഇവിടെ ചെയറിലിരിക്കുന്നു. ഇതേപോലെ അല്ലാതെ നമുക്ക് തറയിൽ സുഖാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വജ്രാസനത്തിലിരിക്കാം. ഇനി കംഫർട്ടബിൾ മെഡിറ്റേറ്റീവ് പോസ്റ്റർ, ഏത് മെഡിറ്റേഷൻ പോസ്റ്റർ ആയാലും കുഴപ്പമില്ല. ചമ്രം പടിഞ്ഞോ വജ്രാസനത്തിലോ സുഖാസനത്തിലോ അങ്ങനെ ഇരുന്നിട്ട് നട്ടെല്ലാം നിവർന്നിരിക്കാം. കൈകളിങ്ങനെ മുദ്രയിൽ പിടിക്കുക. നമ്മൾ ഇങ്ങനെ ഈ തള്ളവിരലും അതേപോലെ തന്നെ ചൂണ്ടുവിരലും ചേർത്ത് സാധാരണ ധ്യാനത്തിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കാം. പിന്നെ ഈ മുദ്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ മുദ്ര പിടിച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്കത് നോക്കണ്ട, നോർമലി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് നട്ടെല്ലാം നിവർന്നിരുന്നിട്ട് ചെയ്യേണ്ട രീതി, ശ്വാസം ദീർഘമായി ഉള്ളിലോട്ട് എടുക്കുന്നു. ശ്വാസത്തെ വളരെ സ്വസ്ഥമായി ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് ആ ശ്വാസം തൊണ്ടയിൽ തട്ടുന്ന പോലെ ഒരു പ്രകമ്പനം ഉണ്ടാക്കി ഒരു ചെറിയ ശബ്ദം, നേരിയ ശബ്ദം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് മേലെണ്ണാക്കിലാണ് കുറച്ചുകൂടി കറക്റ്റ്. ഇവിടെ മേലെണ്ണാക്കിൽ ഇങ്ങനെ തട്ടുന്ന പോലെ സങ്കല്പിച്ചു കൊണ്ടൊരു ശബ്ദം ഉണ്ടാക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കുക. ഓക്കെ, ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശ്വാസത്തെ ഉള്ളിലോട്ട് എടുക്കുന്നു. ശേഷം ശ്വാസത്തെ പുറത്തോട്ട് വിടുന്നു. ആ രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വാസത്തെ ദീർഘമായി ഉള്ളിലോട്ടെടുത്ത് ശബ്ദത്തോടു കൂടി എടുത്ത്, ഓക്കെ, വളരെ സാവധാനം ശ്വാസത്തെ പുറത്തോട്ട് വിടുന്നു. ഏത് പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്വാസത്തെ ദീർഘമായി എടുക്കുന്നു, വളരെ സാവധാനം എടുക്കുന്നു ഉള്ളിലോട്ട്. അതിനേക്കാൾ ഏറെ സമയം എടുത്തുകൊണ്ട് പുറത്തു വിടുന്നു. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് പുറത്തു വിടുന്നത്. കാരണം ശ്വാസത്തെ നമുക്കറിയാം, നമ്മൾ വലിക്കുന്ന ശ്വാസം ആൾവിയോളസുകളിലെത്തി, നമ്മുടെ ശ്വാസകോശത്തിലെ ആൾവിയോളസുകളിലെത്തി. നമ്മുടെ മുന്തിരിക്കൊല പോലുള്ള ഒരു ഭാഗമാണ് ആൾവിയോളസുകൾ എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വലിച്ച ശ്വാസം പരമാവധി ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു വിടുമ്പോൾ അവിടുന്ന് വാതക കൈമാറ്റം നടത്താൻ പറ്റില്ല. വാതക കൈമാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുത്ത് ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ആ വാതകം ഉള്ളിൽ നടക്കണം. അപ്പോൾ വാതകം വരുമ്പോൾ കുറച്ചുകൂടി നന്നായി നടക്കുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ശ്വാസത്തെ പെട്ടെന്ന് വിടാതെ എടുത്തതിനേക്കാൾ സമയമെടുത്ത് പുറത്തു വിടുന്ന രീതി. എല്ലാ ദീർഘശ്വസനത്തിനും എല്ലാ പ്രാണായാമമല്ല, ഒട്ടുമിക്ക പ്രാണായാമത്തിനും ഇങ്ങനൊരു രീതിയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെയും ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലോട്ടെടുക്കുമ്പോൾ തൊണ്ടക്കുഴിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. മേലണ്ണാക്കിൻ്റെ ഭാഗത്താണ് ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ആ ശബ്ദത്തോടു കൂടി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ആ ശ്വാസത്തെ വളരെ സാവധാനത്തിൽ പുറത്തോട്ട് വിടുന്നു. ഒന്നെങ്ങനെ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് ചെയ്ത് കാണിക്കാം, ശേഷം നമുക്കതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒന്ന് നട്ടെല്ലാം നിവർന്നിരിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നട്ടെല്ലാം നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ച് സ്വസ്ഥമായി
നമ്മുടെ സാധാരണ ശ്വസനത്തെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ നോർമൽ ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും മാത്രം ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്തിങ്, ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശേഷം സാവധാനം ഉജ്ജയി പ്രാണായാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വാസത്തെ ദീർഘമായി എടുക്കുമ്പോൾ മേലെണ്ണാക്കിൽ തട്ടി നേരിയ ശബ്ദം ഉണ്ടാക്കുകയും ആ ശ്വാസത്തെ വളരെ സാവധാനം പുറത്തോട്ട് വിടുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു 3 തവണയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്കൊരു 10-12 തവണ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ശ്വാസം ദീർഘമായി എടുക്കുമ്പോൾ തൊണ്ടക്കുഴിയിൽ മേലെണ്ണാക്കൽ ശബ്ദമുണ്ടാക്കുകയും വളരെ സാവധാനം ആ ശ്വാസത്തെ പുറത്തോട്ട് വിടാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.